2026 ഫിഫ ലോകകപ്പിന്റെ ആദ്യ ഫൈനലിസ്റ്റ് ആരായിരിക്കും? മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും സ്പെയിനും ആദ്യ സെമിയിൽ മുഖാമുഖം വരുമ്പോൾ വലിയ ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ. കിലിയൻ എംബാപ്പയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന മത്സരമെന്നതാണ് ആദ്യ സെമിയുടെ പ്രധാന ഹൈലൈറ്റ്. മെസ്സി റൊണാൾഡോ യുഗത്തിന് ശേഷം ഫുട്ബോളിനെ കൈപിടിച്ച് നടത്തിയവരിൽ ഒരാളാണ് എംബാപ്പെ. യമാൽ അടുത്ത മെസ്സി എന്ന വിശേഷണം ചാർത്തപ്പെടുന്ന കൗമാരക്കാരനും. ഇതിനു മുമ്പ് ഫ്രാൻസും സ്പെയിനും മുഖാമുഖം വന്നത് 2025 യുവേഫ നാഷണൽ ലീഗിന്റെ സെമി ഫൈനലിലായിരുന്നു. അന്ന് 5-4 വിജയം സ്പെയിനൊപ്പം നിന്നു. ലോകകപ്പിന്റെ വലിയ വേദിയിൽ ഫ്രാൻസും സ്പെയിനും വീണ്ടും മുഖാമുഖം വരുമ്പോൾ എന്താകും സ്ഥിതി? ആദ്യം ഫ്രാൻസിന്റെ കരുത്ത് പരിശോധിക്കാം. ഇതിനകം 8 ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പയാണ് ഫ്രാൻസിന്റെ പ്രധാന വജ്രായുധം. എംബാപ്പയ്ക്കൊപ്പം ഒസ്മാൻ ഡെംബലയും മൈക്കൽ ഒലീസിയും ചേരുമ്പോൾ ഫ്രാൻസ് ഈ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ ആക്രമണ നിരയാകുന്നു. ഡെംബേലയ്ക്ക് 5 ഗോളും 2 അസിസ്റ്റും ഒലീസയ്ക്ക് 5 അസിസ്റ്റുകളും ഇതിനകമുണ്ട്. അഡ്രിയാൻ റാബിയോട്ടും കോനോയും നയിക്കുന്ന ഫ്രാൻസിന്റെ മധ്യനിരയും സ്ട്രോങ്. സാലിബയും ഉപമെക്കാനയും കൗണ്ടയും ചേരുന്ന ഡിഫൻസിനെ കുറിച്ചും പ്രത്യേകം പറയേണ്ടതില്ല. ഒലീസിയാണ് ഫ്രാൻസിന്റെ ഗോളടികൾക്ക് പ്രധാനമായും വഴിവെട്ടുന്നത്. എംബാപ്പയ്ക്കും അപ്പുറം സെമിയിൽ ഫ്രാൻസിന്റെ തലവര നിശ്ചയിക്കുക ഒലീസിയായിരിക്കും. ഇനി സ്പെയിനിന്റെ കാര്യം നോക്കാം. സ്പെയിൻ പോർച്ചുഗലിനെയും ബെൽജിയത്തെയും തോൽപ്പിച്ചതിലുണ്ട് ഫ്രാൻസിനുള്ള സന്ദേശം. ഫോമിലുള്ള ഒയാർസബലും സൂപ്പർ സബ് മൈക്കൽ മൊറീനോയുമാണ് ടീമിന്റെ കുന്തമുനകൾ. യമാൽ ഇതുവരെ തന്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നത് മാത്രമാണൊരു നിരാശ. ഡാമി ഓൽമയും അലക്സ് ബോയിനെയും ചേരുന്നതോടെ എന്ത് ആക്രമണവും പ്രതീക്ഷിക്കണം. ടീമിന്റെ എഞ്ചിൻ റോഡ്രിയും ഫാബിയൻ റൂയിസുമാണ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ക്യൂബാർസി പരേഡ്സ് നയിക്കുന്ന പ്രതിരോധ നിര ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ചതാണ്. ഈ ലോകകപ്പിലെ 6 മത്സരങ്ങളും ജയിച്ചാണ് ഫ്രാൻസ് സെമിക്കിറങ്ങുന്നത്. അതേസമയം കാബോ വെർദിയോട് സമനിലയിൽ തുടങ്ങി പിന്നീട് പതിയെ ഗിയർ മാറ്റി കുതിക്കുന്നവരാണ് സ്പെയിൻ. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ലോകകപ്പിലെ ആദ്യ സെമി കളറാകും. വേറെ ലെവൽ മത്സരം തന്നെ പ്രതീക്ഷിക്കാം.